ഹലോ ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ എന്നുള്ള സബ്ജക്റ്റിൽ ഇൻട്രപ്റ്റ് ഹാർഡ്വെയർ എന്നുള്ള ടോപ്പിക്കാണ്. സോ നമ്മുടെ സിലബസിൽ സ്പെസിഫിക് ആയിട്ട് 5.2 എന്നുള്ള ചാപ്റ്ററിൽ വരുന്നൊരു ടോപ്പിക്കാണ് ഇൻട്രപ്റ്റ് ഹാർഡ്വെയർ. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിനെ കുറിച്ചൊരു ജനറൽ ഐഡിയ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് തന്നെ വരുന്നൊരു സെഷനാണ് ഇൻട്രപ്റ്റ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അറിയാം ഇൻട്രപ്റ്റ് എന്നുള്ളത് ജനറലൈസ് ആയിട്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഇൻട്രപ്റ്റിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇൻട്രപ്റ്റ് ഈസ് എ സിഗ്നൽ എമിറ്റഡ് ബൈ ഹാർഡ്വെയർ ഓർ സോഫ്റ്റ്വെയർ വെൻ എ പ്രോസസ് ഓർ ഇവൻറ്റ് നീഡ് ഇമ്മീഡിയറ്റ് അറ്റൻഷൻ. ഇറ്റ് ഓൾട്ടേഴ്സ് ദി പ്രോസസ്സർ ടു എ ഹൈ പ്രയോറിറ്റി പ്രോസസ് റിക്വയറിങ് ദി ഇൻട്രപ്ഷൻ ഓഫ് കറണ്ട് വർക്കിംഗ് പ്രോസസ്സ്. അപ്പോൾ എന്താണ് ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്? ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് അല്ലേ. ഇറ്റ് ഈസ് എ സിഗ്നൽ എമിറ്റഡ് ബൈ എ ഹാർഡ്വെയർ ഓർ സോഫ്റ്റ്വെയർ വെൻ എ പ്രോസസ് ഓർ ഇവൻ നീഡ്സ് ഇമ്മീഡിയറ്റ് അറ്റൻഷൻ. അതെന്താണ് ഇമ്മീഡിയറ്റ് അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ? നമ്മളിപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരുപാട് പ്രോസസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏതെങ്കിലും ഒരു പ്രോസസ്സിന് നമുക്ക് പ്രയോറിറ്റി സെറ്റ് ചെയ്യാൻ പറ്റണം. ആ പ്രയോറിറ്റി ഓർഡറിൽ 1 by 1 ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കതിന് ഇൻട്രപ്റ്റ് എന്ന് പറയാം. സോ ഇൻ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് വൺ ഓഫ് ദി ബസ് കൺട്രോൾ ലൈൻ ഈസ് ഡെഡിക്കേറ്റഡ് ഫോർ ദിസ് പർപ്പസ് ഈസ് കോൾഡ് ഇൻട്രപ്റ്റ് സർവീസ് റുട്ടീൻ. അപ്പോൾ നിങ്ങളോട് ചോദിക്കാം, നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കൺട്രോൾ ലൈൻ തന്നെ യൂസ് ചെയ്യുന്നുണ്ട് ഇൻട്രപ്റ്റിന് വേണ്ടിയിട്ട്. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻഡയറക്റ്റ് സർവീസ് റുട്ടീൻ. അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഇൻട്രപ്റ്റിന് എക്സാമ്പിൾ പറയാൻ പറ്റുമോ? വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇൻട്രപ്റ്റിന് എക്സാമ്പിൾ പറയാം. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നവരാണ്. ഈ സ്മാർട്ട് ഫോണിൽ നമുക്ക് ഒരുപാട് ഫങ്ഷണാലിറ്റീസ് ചെയ്യാം അല്ലേ. അതിൽ എങ്ങനെയാണ് നമ്മുടെ ഓരോ ഫങ്ഷണാലിറ്റീസിൻ്റെയും പ്രയോറിറ്റി എങ്ങനെയാണ്? ഇപ്പോൾ ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ, ഞാൻ എപ്പോഴും ഇൻട്രപ്റ്റ് പറയുമ്പോൾ ഈ കോമൺ എക്സാമ്പിൾ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്മാർട്ട് ഫോണിൽ മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് കോൾ വരികയാണെങ്കിൽ ആക്ച്വലി എന്ത് സംഭവിക്കും? മ്യൂസിക് എന്നുള്ള പ്രോസസ്സ് സ്റ്റോപ്പായിട്ട് കോൾ പ്രൊസീഡ് ചെയ്യും. അതല്ലേ ശരിക്കും സംഭവിക്കുക? ഓക്കെ, അപ്പോൾ ഈ കോള് ഡിസ്കണക്റ്റ് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വീണ്ടും നമ്മൾ ആദ്യം ചെയ്തിരുന്ന മ്യൂസിക് എന്നുള്ള പ്രോസസ്സിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ ഇത് ആക്ച്വലി ഇൻട്രപ്റ്റാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? കോൾ എന്നുള്ള പ്രോസസ്സിന് ഹയസ്റ്റ് പ്രയോറിറ്റി സെറ്റ് ചെയ്തു, മ്യൂസിക് എന്നുള്ള ടാസ്കിന് ലോവസ്റ്റ് പ്രയോറിറ്റി സെറ്റ് ചെയ്തു. ഇത് എന്തിൻ്റെ ഹെൽപ്പോടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? ഇൻട്രപ്റ്റ്. ഓക്കെ, അപ്പോൾ ഇൻട്രപ്റ്റിനെ കുറിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നമുക്ക് ഇൻട്രപ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻസ് നോക്കാം. ഇൻട്രപ്റ്റിനെ നമുക്ക് മാസ്കബിൾ എന്നും നോൺ മാസ്കബിൾ എന്നും ക്ലാസിഫൈ ചെയ്യാം. മാസ്കബിൾ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇറ്റ് ക്യാൻ ബി ഡിസേബിൾഡ് ഓർ എനേബിൾഡ് ബൈ CPU. നോൺ മാസ്കബിൾ എന്ന് പറഞ്ഞാൽ കനോട്ട് ബി ഡിസേബിൾഡ് ഓർ എനേബിൾഡ് ബൈ CPU. അപ്പോൾ നമ്മളൊരു ഇൻട്രപ്റ്റ് എടുക്കുകയാണ്. ആ ഇൻട്രപ്റ്റിനെ നമുക്ക് എനേബിൾ ചെയ്യാൻ, മാനുവലി എനേബിൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനെ നമുക്ക് മാസ്കബിൾ ഇൻട്രപ്റ്റ് എന്നും, എനേബിൾ ചെയ്യാൻ പറ്റില്ല എങ്കിൽ അതിന് നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് എന്നും പറയാം. സോ ദ മാസ്കബിൾ ഇൻട്രപ്റ്റ് ഫോർ ലോവർ പ്രയോറിറ്റി ടാസ്ക്, നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ഹൈ പ്രയോറിറ്റി ടാസ്ക്. കാരണം നമുക്ക് ഡിസേബിൾ ചെയ്യാൻ പറ്റില്ല, ഒരു ഇൻട്രപ്റ്റിനെ ഡിസേബിൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് നോൺ മാസ്കബിൾ എന്ന് പറയാം. ഡിസേബിൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനെ മാസ്കബിൾ എന്ന് പറയാം. അപ്പോൾ ഡിസേബിൾ ചെയ്യാൻ പറ്റാത്ത ഇൻട്രപ്റ്റുകൾ എപ്പോഴും ഹൈ പ്രയോറിറ്റി ടാസ്കുകളായിരിക്കും പെർഫോം ചെയ്യുക. ഡിസേബിൾ ചെയ്യാൻ പറ്റുന്ന അതൊക്കെ ലോ പ്രയോറിറ്റി ടാസ്ക് ആയിരിക്കും പെർഫോം ചെയ്യുക. സോ വെൻ എ മാസ്കബിൾ ഇൻട്രപ്റ്റ് ഒക്കേഴ്സ് ഇറ്റ് ക്യാൻ ബി ഹാൻഡിൽഡ് ആഫ്റ്റർ ദി എക്സിക്യൂഷൻ ഓഫ് കറണ്ട് ഇൻസ്ട്രക്ഷൻ. വെൻ എ നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് ഒക്കേഴ്സ് ദ കറണ്ട് ഇൻസ്ട്രക്ഷൻ സ്റ്റോപ്പ്ഡ് ആൻഡ് നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് ഒക്കേഴ്സ്. അപ്പോൾ മാസ്കബിൾ ഇൻട്രപ്റ്റ് നമ്മൾ പറഞ്ഞു ലോ പ്രയോറിറ്റി ടാസ്കിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കറണ്ട് പ്രോസസ്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പ്രോസസ്സ് റൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒരു മാസ്കബിൾ ഇൻട്രപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. പക്ഷെ നോൺ മാസ്കബിൾ അങ്ങനെയല്ല അല്ലേ. കറണ്ട്ലി ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നൊരു നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് ആണെങ്കിൽ കറണ്ട്ലി എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് സ്റ്റോപ്പായിട്ട് നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, വാട്ട് ഈസ് എ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ മാസ്കബിൾ ഇൻട്രപ്റ്റ് ആൻഡ് നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ഈസ് മീൻ ബൈ വെക്റ്റേർഡ് ഇൻട്രപ്റ്റ് ആൻഡ് നോൺ വെക്റ്റേർഡ് ഇൻട്രപ്റ്റ്. സോ വെക്റ്റേർഡ് ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ ദോസ് വിച്ച് ഹാവ് എ ഫിക്സ്ഡ് വെക്ടർ അഡ്രസ്
ആൻഡ് ആഫ്റ്റർ എക്സിക്യൂട്ടിംഗ് ദീസ് പ്രോഗ്രാം കൺട്രോൾ ഈസ് ട്രാൻസ്ഫേർഡ് ടു ദാറ്റ് അഡ്രസ്. എന്താണ് വെക്ടർ അഡ്രസ് എന്ന് പറഞ്ഞാൽ? സ്റ്റാർട്ടിംഗ് അഡ്രസ് ഓഫ് എ സബ് റൂട്ടീൻ. അപ്പോൾ ഒരു ഇൻട്രപ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിന് സ്പെസിഫിക് ആയിട്ടുള്ളൊരു ലൊക്കേഷൻ ഉണ്ടെങ്കിൽ, സ്പെസിഫിക് ആയിട്ടുള്ളൊരു വെക്ടർ അഡ്രസ്സ് നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ അതിനെ നമുക്ക് വെക്റ്റേർഡ് ഇൻട്രപ്റ്റ് എന്ന് പറയാം. എന്താണ് നോൺ വെക്റ്റേർഡ് ഇൻട്രപ്റ്റ്? ദീസ് ആർ the interrupt in which the vector address is not predefined. The interrupting device gives the address of subroutine for these devices. അപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വെക്ടർ അഡ്രസ്സ് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ അതിനെ നമുക്ക് നോൺ വെക്റ്റേർഡ് ഇൻട്രപ്റ്റ് എന്നും, വെക്ടർ അഡ്രസ്സ് സ്പെസിഫിക്കലി പറയാൻ പറ്റിയെങ്കിൽ അത് വെക്റ്റേർഡ് ഇൻട്രപ്റ്റ് എന്നും പറയാം. അപ്പോൾ നമ്മൾ 2 മേജർ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. മാസ്കബിൾ എന്താണ്, നോൺ മാസ്കബിൾ എന്താണ്, വെക്റ്റേർഡ് എന്താണ്, നോൺ വെക്റ്റേർഡ് എന്താണ്. ഇനി നമുക്ക് ഹാർഡ്വെയർ ഇൻട്രപ്റ്റും സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റും ഉണ്ട്. പക്ഷെ ഇവിടെ സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ് നമുക്ക് പറയേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ സിലബസിൽ ഇൻട്രപ്റ്റ് ഹാർഡ്വെയർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് എങ്ങനെ ഇൻട്രപ്റ്റ് പ്രയോറിറ്റി സെറ്റ് ചെയ്യാം എന്നാണ് ഞാൻ പറയുന്നത്. എന്താണ് പ്രയോറിറ്റി? ഓക്കെ, വെൻ ദ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് അറൈവ് ഫ്രം 2 or more devices simultaneously, the processor has to decide which requests should be serviced first and which one should be delayed. The processor takes the decision with the help of interrupt priorities. It accepts the request having the highest priority. In case of polling to identify the interrupting device, priority is automatically assigned by the order in which the devices are polled. അപ്പോൾ എന്താ പറയുന്നത്? ഒന്നിൽ കൂടുതൽ ഡിവൈസസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഒന്നിൽ കൂടുതൽ ഡിവൈസസ് നമ്മൾ സൈമൾട്ടേനിയസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോസസ്സറിന് തീരുമാനിക്കാൻ പറ്റണം ഏത് ഡിവൈസിന് നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കണം അല്ലേ? ഇതിനാണ് നമ്മൾ ഇൻട്രപ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ പ്രയോറിറ്റി ഓർഡറിൽ നമുക്ക് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിൻ്റെ എക്സിക്യൂഷൻ കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ബേസിക്കലി ഇൻട്രപ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഹാർഡ്വെയർ മെക്കാനിസം യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻട്രപ്റ്റ് പ്രയോറിറ്റി ചെയ്യാം. സോഫ്റ്റ്വെയർ വഴി നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇൻസ്ട്രക്ഷൻ സെറ്റ് വഴി നമുക്ക് ഈസി ആയിട്ട് പ്രയോറിറ്റി സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് പഠിക്കാനുള്ളത് ഹാർഡ്വെയർ ഇൻട്രപ്റ്റാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻട്രപ്റ്റ് പ്രയോറിറ്റി ടെക്നിക്കാണ് ഡെയ്സി ചെയിനിങ് പ്രോപ്പർട്ടി. ഡെയ്സി ചെയിനിങ് പ്രോപ്പർട്ടി എന്താണ് നമുക്ക് നോക്കാം. ഇൻ കേസ് ഓഫ് എ വെക്റ്റേർഡ് ഇൻട്രപ്റ്റ്, the priority of any device is usually determined by the way of device connected to the processor. Most common way to connect these devices to form a daisy chain. അപ്പോൾ നിങ്ങൾ നോക്ക്, നമ്മൾ ഒരുപാട് ഡിവൈസസ് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ഡിവൈസ് 1, ഡിവൈസ് 2, ഡിവൈസ് n പ്രോസസ്സറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? 2 കൺട്രോൾ സിഗ്നൽ വഴിയാണ് ഇതിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഇൻട്രപ്റ്റ് അക്നോളജ് എന്നുള്ള സിഗ്നലും ഒന്ന് ഇൻട്രപ്റ്റ് സിഗ്നലും. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇതൊരു ഡെയ്സി ചെയിൻ ഓർഡറിലാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡിവൈസസിനനുസരിച്ച് പ്രയോറിറ്റി ഓർഡർ സെറ്റാവും. 3 ഡിവൈസസ് ഉണ്ടെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി ഡിവൈസ് 1നും ഏറ്റവും ലോവസ്റ്റ് പ്രയോറിറ്റി ഡിവൈസ് n-നും. അപ്പോൾ എന്താണ്, ഏതൊക്കെ ഡിവൈസസ് നമ്മൾ ഇൻട്രപ്റ്റ് അക്നോളജ് ആയിട്ടും ഇൻട്രപ്റ്റ് ലൈനായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ച് നമുക്കൊരു ഡെയ്സി ചെയിൻ പാറ്റേണിൽ നമുക്കിവിടെ എന്ത് സെറ്റാവും? ഇൻട്രപ്റ്റുകൾ സെറ്റാവും. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇൻ കേസ് ഓഫ് വെക്റ്റേർഡ് ഇൻട്രപ്റ്റ് നമ്മൾ പറഞ്ഞ പോയിൻ്റ് തന്നെയാണ്. ആസ് ഷോൺ ഇൻ ഫിഗർ, ദ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ലൈൻ ഈസ് കോമൺ ടു ഓൾ ഡിവൈസസ് ആൻഡ് ദ ഇൻട്രപ്റ്റ് അക്നോളജ് ലൈൻ ഈസ് കണക്റ്റഡ് ഇൻ എ ഡെയ്സി ചെയിൻ ഫാഷൻ. അപ്പോൾ ഇൻട്രപ്റ്റ് ലൈൻ എല്ലാ ഡിവൈസിനും കോമൺ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻട്രപ്റ്റ് അക്നോളജ്മെൻറ്റ് ലൈനും നമ്മൾ കോമൺ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇൻ ഡെയ്സി ചെയിൻ ഫാഷൻ, ദ സിഗ്നൽ ഈസ് അലൗഡ് ടു പ്രൊപ്പഗേറ്റ് സീരിയലി ത്രൂ ദ ഡിവൈസസ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സിഗ്നൽ കണക്ട് ചെയ്യുന്നത്? സീരിയലി. അപ്പോൾ ഡിവൈസ് 1ലേക്ക് കണക്ട് ചെയ്തു, ഡിവൈസ് 1 നിന്ന് ഡിവൈസ് 2ലേക്ക്, ഡിവൈസ് 2ൽ നിന്ന് ഡിവൈസ് 3ലേക്ക്. ആ രീതിയിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് സീരിയൽ മാനറിൽ അല്ലേ? സോ വെൻ മോർ ദാൻ 1 ഡിവൈസസ് ഇഷ്യൂ ആൻ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ്, ദ ഇൻട്രപ്റ്റ് ലൈൻ ഈസ് ആക്ടിവേറ്റഡ് ആൻഡ് പ്രൊസസ്സർ റെസ്പോൺസ് ബൈ സെറ്റിംഗ് ദി ഇൻട്രപ്റ്റ് അക്നോളജ്മെൻറ്റ് ലൈൻ. അപ്പോൾ ഇതിൽ ഏതൊക്കെ ഡിവൈസസിനെ നമുക്ക് പ്രയോറിറ്റി സെറ്റ് ചെയ്യാം? നമ്മൾ കൊടുക്കുന്ന ഡെയ്സി ചെയിൻ പാറ്റേണിലെ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 3ാമത്തെ ഡിവൈസിനെ ഡിസേബിൾ ചെയ്യാം, അതിലേക്കുള്ള ഇൻട്രപ്റ്റ് കണക്ഷൻ കട്ട് ചെയ്താൽ മതി. 4ാമത്തെ ഡിവൈസിലേക്ക് 3ഉം 4ഉം ഡിസേബിൾ ചെയ്ത് എനിക്ക് 5 സെലക്ട് ചെയ്യാം. അപ്പോൾ ഏത് രീതിയിലും നമുക്ക് ഈ ഡെയ്സി ചെയിനിങ് പ്രയോറിറ്റി ഓർഡർ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ 2 ലൈൻസ് യൂസ് ചെയ്യും. ഒന്ന് ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ലൈനും ഒന്ന് ഇൻട്രപ്റ്റ് അക്നോളജ്മെൻറ്റ് ലൈനും. രണ്ടും എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇൻട്രപ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ലൈൻ കൊടുക്കണം.
ഇൻട്രപ്റ്റ് അക്നോളജ്മെൻറ്റ് ലൈൻ വഴിയാണ് നമ്മളിതിൻ്റെ ഡെയ്സി ചെയിൻ പാറ്റേൺ സെലക്ട് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഹാർഡ്വെയർ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് ആക്ച്വലി ഒരു ഇൻട്രപ്റ്റ് പ്രയോറിറ്റി ഹാർഡ്വെയർ വരുന്നത്. ഇതാണ് നമ്മുടെ സിലബസിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നതും. അപ്പോൾ നിങ്ങൾക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാവുന്ന കാര്യം, ഇൻട്രപ്റ്റ് പ്രയോറിറ്റി ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ ഫിഗർ ഷോസ് എ വൈഡ്ലി യൂസ്ഡ് വെക്റ്റേർഡ് ഇൻട്രപ്റ്റ് സ്കീം. ആസ് ഷോൺ ഇൻ ഫിഗർ, ദ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് സിഗ്നൽസ് ആർ സ്റ്റോർഡ് ഇൻ ദി ഇൻട്രപ്റ്റ് രജിസ്റ്റർ. അപ്പോൾ നിങ്ങൾ നോക്ക്, നമ്മൾ കൊടുക്കുന്ന ഇൻട്രപ്റ്റ് സിഗ്നലുകൾ നമ്മൾ ഇൻട്രപ്റ്റ് രജിസ്റ്ററിലേക്കാണ് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോന്നിനും ഇൻട്രപ്റ്റ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇൻട്രപ്റ്റ് നമ്പർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ചാണ് ഈ ആൻഡ് ഗേറ്റ് എനേബിൾ ആവുക. ഓക്കെ, ദ പ്രോഗ്രാമബിൾ ഇൻട്രപ്റ്റ് മാസ്ക് രജിസ്റ്റർ ഈസ് യൂസ്ഡ് ടു ഡിസേബിൾ ഓർ എനേബിൾ ഓർ ഓൾ ഓഫ് ദി ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ലൈൻ. അപ്പോൾ നമുക്കിവിടെ 5 ഇൻട്രപ്റ്റുകൾ ഉണ്ടെങ്കിൽ ഈ 5 ഇൻട്രപ്റ്റുകളിൽ ഏതൊക്കെ ഇൻട്രപ്റ്റുകൾ സെലക്ട് ചെയ്യണം, ഏതൊക്കെ ഇൻട്രപ്റ്റുകളെ എനേബിൾ ചെയ്യണം, ഏതൊക്കെ ഇൻട്രപ്റ്റുകളെ ഡിസേബിൾ ചെയ്യണം തീരുമാനിക്കുന്ന രജിസ്റ്ററാണ് ഇൻട്രപ്റ്റ് മാസ്ക് രജിസ്റ്റർ. അപ്പോൾ നമ്മൾ 2 രജിസ്റ്റേഴ്സ് പഠിച്ചു, ഇൻട്രപ്റ്റ് മാസ്ക് രജിസ്റ്ററും ഇൻട്രപ്റ്റ് രജിസ്റ്ററും. ഇൻട്രപ്റ്റ് രജിസ്റ്ററിൽ നമ്മൾ ഇൻട്രപ്റ്റ് സെറ്റ് ചെയ്യും. ഈ സെറ്റ് ചെയ്ത ഇൻട്രപ്റ്റിൽ ഏതൊക്കെ ഇൻട്രപ്റ്റുകളെ എനേബിൾ ചെയ്യണം, ഡിസേബിൾ ചെയ്യണം തീരുമാനിക്കുന്നവരാണ് ഇൻട്രപ്റ്റ് മാസ്ക് രജിസ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് നോക്കാം. ഫോർ എനി ആൻഡ് ഗേറ്റ്, one input is the interrupt request signal from interrupt register and second input is the inverted mask condition for the same interrupt from the interrupt mask register. അപ്പോൾ ഈ ആൻഡ് ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മളെ ഇൻട്രപ്റ്റ് രജിസ്റ്ററിൻ്റെ ഒരു ഇൻപുട്ടും രണ്ടാമത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇൻട്രപ്റ്റ് മാസ്ക് രജിസ്റ്റർ എന്ന് പറയുന്ന ഇൻപുട്ടുമാണ്. അപ്പോൾ ഈ 2 ഇൻപുട്ടിനനുസരിച്ചാണ് ബേസിക്കലി ഈ ആൻഡ് ഗേറ്റ് എനേബിൾ ആവുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇൻട്രപ്റ്റ് മാസ്ക് രജിസ്റ്റർ യൂസ് ചെയ്തിട്ട് ഏതൊക്കെ ഇൻട്രപ്റ്റിനെ എനേബിൾ ചെയ്യാം, ഡിസേബിൾ ചെയ്യാൻ തീരുമാനിക്കാം. അപ്പോൾ ഈ ഒരു ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് കണക്ട് ചെയ്യുന്ന പ്രയോറിറ്റി എൻകോഡറിലാണ്. പ്രയോറിറ്റി എൻകോഡർ എന്താണെന്ന് നമുക്ക് പറയും. ഈ പ്രയോറിറ്റി ഓർഡർ അനുസരിച്ചുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇൻട്രപ്റ്റാണ് ഇവിടെ ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇൻട്രപ്റ്റ് ഹാർഡ്വെയർ വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കാം, വെൻ എനി ഇൻട്രപ്റ്റ് ഈസ് മാസ്ക്ഡ് ദ ഇൻപുട്ട് ടു ആൻഡ് ഗേറ്റ് ഈസ് 0 ആൻഡ് ഹെൻസ് ഔട്ട്പുട്ട് ഗോസ് ടു 0. ദിസ് മീൻസ് വെൻ ഇൻട്രപ്റ്റ് ഈസ് മാസ്ക്ഡ് ദ കറസ്പോണ്ടിങ് ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ലൈൻ ഈസ് ഡിസേബിൾഡ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ലോജിക്കൽ ഹൈ ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു ഇൻട്രപ്റ്റിനെ നമ്മൾ ഡിസേബിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ ഒരു ഹൈ ഇൻപുട്ട് കൊടുത്താൽ മതി. ഹൈ ഇൻപുട്ട് കൊടുത്താൽ ഈ ആൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ട് എന്നുള്ളത് ലോ ആയിട്ട് മാറും. ലോ മാറുമ്പോൾ തന്നെ ഇത് ഡിസേബിൾ ആവും. അപ്പോൾ എന്താണ്, ഒരു ഇൻട്രപ്റ്റ് മാസ്ക് രജിസ്റ്ററിലേക്ക് നമ്മൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആ കറസ്പോണ്ടിങ് പൊസിഷനിലെ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ലൈന് മാത്രം എന്താവും, ഡിസേബിൾ ആവും. വളരെ ക്ലിയർ ആണെന്ന് പറഞ്ഞത്. When interrupt request is present for unmasked interrupt, that is feed into priority encoder which produces the address which is then inserted into the program counter. ഇവിടെ സ്പെസിഫിക് ആയിട്ട് തന്നെ പറയുന്നുണ്ട്, അൺമാസ്ക്ഡ് ആയിട്ടുള്ള ഇൻട്രപ്റ്റുകളാണെങ്കിൽ മാത്രമേ ഇത് പ്രയോറിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ എന്നല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇൻട്രപ്റ്റ് പ്രയോറിറ്റി ഹാർഡ്വെയർ ഡിസൈൻ ചെയ്യുന്നത്. ഇതിലിപ്പോൾ ഇൻട്രപ്റ്റ് രജിസ്റ്ററും ഇൻട്രപ്റ്റ് മാസ്ക് രജിസ്റ്ററും എല്ലാവർക്കും ക്ലിയർ ആയിരിക്കും. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ പ്രയോറിറ്റി എൻകോഡറിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ്. എന്താണ് ഈ പ്രയോറിറ്റി എൻകോഡർ? ഇപ്പോൾ പ്രയോറിറ്റി എൻകോഡർ എന്നുള്ളത് പ്യുവർ നമ്മൾ ലോജിക് സിസ്റ്റം ഡിസൈനിൽ പഠിക്കുന്ന സെയിം എൻകോഡർ പ്രിൻസിപ്പിളാണ്. ഇപ്പോൾ എല്ലാവർക്കും എൻകോഡർ അറിയാം. എൻകോഡർ ഈസ് എ ഡിവൈസ് വിച്ച് ഹാവിങ് മൾട്ടിപ്പിൾ ഇൻപുട്സ് ആൻഡ് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട്സ്. അപ്പോൾ നമ്മളൊരു ഇൻട്രപ്റ്റ് ബേസിലുള്ള പ്രയോറിറ്റി എൻകോഡറാണ് ഡിസൈൻ ചെയ്യുന്നത്. സോ പ്രയോറിറ്റി എൻകോഡർ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ പ്യുവർ ഡിജിറ്റലാണ്. കെ മാപ്പും കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഞാനൊരു പ്രയോറിറ്റി എൻകോഡർ ഡിസൈൻ ചെയ്യുകയാണ്. ഇറ്റ് ഈസ് ആൻ encoder circuit that includes the priority function. In priority encoder, if 2 or more inputs are equal to 1, the input having the highest priority will take precedence. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഡിവൈസസ് അറ്റ് എ ടൈം എനേബിൾ ആവുകയാണെങ്കിൽ ഏതിനാണ് ഹയസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് നമുക്ക് ഈ പ്രയോറിറ്റി എൻകോഡർ കണ്ടാൽ മനസ്സിലാവും. സോ ടേബിൾ ഷോസ് പ്രയോറിറ്റി എൻകോഡർ. അപ്പോൾ പ്രയോറിറ്റി എൻകോഡറിൻ്റെ ഇൻപുട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് D0, D1, D2, D3. ഔട്ട്പുട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് Y1, Y0, V എന്ന് പറഞ്ഞാൽ വെദർ ദ കണ്ടീഷൻ ഈസ് വാലിഡ് ഓർ നോട്ട് എന്ന് ചെക്ക് ചെയ്യാനാണ് V ഔട്ട്പുട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇവിടെ ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നത് D3ക്കാണ്. അപ്പോൾ D3 ആണ് നമ്മൾ ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ D3 എനേബിൾ ആയി കഴിഞ്ഞാൽ ബാക്കി എല്ലാം ഇതിനേക്കാളും ലോവർ പ്രയോറിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ നോക്ക്, 4 ഇൻപുട്ടുകളും 0 ആണെങ്കിൽ
ഇവിടെ ആക്ച്വലി പ്രയോറിറ്റി കണ്ടീഷൻ ഒന്നും വരുന്നില്ല. ഏതെങ്കിലും ഒന്ന് 1 ആയാലല്ലേ പ്രയോറിറ്റി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കണ്ടീഷനിൽ നമുക്ക് കിട്ടുന്നൊരു ഡോൺ കെയർ വാല്യൂ ആണ് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. അപ്പോൾ 4 ഇൻപുട്ടുകളും 0 ആയതുകൊണ്ട് തന്നെ ഈ കണ്ടീഷൻ വാലിഡ് അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിതിന് 0 എന്ന് കൊടുത്തു. ഇനി നമ്മൾ പറഞ്ഞല്ലോ D3ക്കാണ് ഹയസ്റ്റ് പ്രയോറിറ്റി എന്ന്. അപ്പോൾ നമ്മളിനി ചെയ്യുന്ന കാര്യം D3യുടെ കേസ് നമുക്ക് പറയാനുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറയുന്നത് D1 എന്നുള്ള D0, അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള D3ക്കും ഏറ്റവും ലോവസ്റ്റ് പ്രയോറിറ്റി ഉള്ള D0ക്കുമാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് പോസിബിൾ കേസ് പറയുകയാണെങ്കിൽ D0 എന്നുള്ളത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്തു, അതുപോലെ D1ഉം D2ഉം D3 നമ്മൾ ഡിസേബിൾ ചെയ്തു. അപ്പോൾ D0നേക്കാളും പ്രയോറിറ്റി കൂടിയാണ് D1, D1നേക്കാളും കൂടിയാണ് D2, D2നേക്കാളും കൂടിയാണ് D3. അപ്പോൾ D0നേക്കാളും ലോവസ്റ്റ് പ്രയോറിറ്റി ഉള്ള 3 ടാസ്കും 0 ആയിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് ബേസിക്കലി D0 ആക്ടിവേറ്റ് ആയതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് നമുക്ക് 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷനിൽ നിങ്ങൾ നോക്ക്, ഒരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് വന്നുകൊണ്ട് തന്നെ ഇതൊരു വാലിഡ് കണ്ടീഷനാണ്. അപ്പോൾ വാലിഡ് കണ്ടീഷൻ നമുക്ക് 1 കൊടുക്കാം. നെക്സ്റ്റ് പോസിബിലിറ്റി എന്ന് പറയുന്നത് ഞാനിവിടെ ചെയ്യുന്ന കാര്യം, D0ൻ്റെ കേസ് ഞാൻ പറഞ്ഞു, D1 എന്നുള്ള ഇൻപുട്ടാണ് ഞാൻ എനേബിൾ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് 0-1 എന്നുള്ള ഔട്ട്പുട്ടാണ് കിട്ടേണ്ടത്. ഞാൻ D1 ആണ് എനേബിൾ ചെയ്യുന്നത്. D1 എനേബിൾ ചെയ്യുന്നുള്ള കണ്ടീഷൻ D2ഉം D3 എന്ത് ചെയ്തു, ഡിസേബിൾ ചെയ്താൽ മാത്രമേ D1 എനേബിൾ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം D2ഉം D3യും D1നേക്കാളും ഹയസ്റ്റ് ആയിട്ടുള്ള പ്രയോറിറ്റിയാണ്. പക്ഷേ D1 എനേബിൾ ആകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, D0ൻ്റെ വാല്യൂവിനോട് ഇമ്പോർട്ടൻസ് ഇല്ല. കാരണം D0നേക്കാളും പ്രയോറിറ്റി കൂടിയ ഒരു സിഗ്നലാണ് D1. അപ്പോൾ D0 എന്നുള്ളത് നമുക്ക് ഡോൺ കെയർ എടുക്കുന്നത്. D0ക്ക് 0 വന്നാലും 1 വന്നാലും ഇവിടെ ഇമ്പോർട്ടൻസ് ഇല്ല എന്നാണ് അർത്ഥം. കാരണം D0നേക്കാളും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രയോറിറ്റി ടാസ്ക് ഇവിടെ വന്നു. അപ്പോൾ ഈ സമയത്ത് നമുക്ക് D1 എനേബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഔട്ട്പുട്ട് 0-1 കിട്ടി. ഇതൊരു വാലിഡ് കണ്ടീഷൻ ആയതുകൊണ്ട് നമുക്ക് വിയുടെ വാല്യൂ നമുക്ക് എന്ത് കൊടുക്കാം, 1 കൊടുക്കാം. ഇനി അടുത്ത പോസിബിലിറ്റി നമ്മളിപ്പോൾ പറയുന്നത് D2 ആണ് എനേബിൾ ആയത്. D2 എനേബിൾ ആവുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് D3 എന്തായാലും ഡിസേബിൾ ആയിരിക്കണം, കാരണം ഹയസ്റ്റ് പ്രയോറിറ്റിയാണ്. പക്ഷേ D2നേക്കാളും ലോവസ്റ്റ് ആയിട്ടുള്ള 2 പ്രയോറിറ്റി D0യും D1ഉം എന്ത് വാല്യൂ വന്നാലും ഡസൻ മാറ്റർ. കാരണം എന്താ, D2നാണ് D1നേക്കാളും D0നേക്കാളും പ്രയോറിറ്റി കൂടുതൽ. അപ്പോൾ D2 1 ആണെങ്കിൽ D1ൻ്റെയും D0ൻ്റെയും വാല്യൂ എന്തായാലും നമുക്ക് ഔട്ട്പുട്ട് D2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ടേ വരുള്ളൂ. പക്ഷേ D2 എനേബിൾ ആവാനുള്ള ഒറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് D3 എന്തായിരിക്കണം, ഡിസേബിൾ ആയിരിക്കണം. ഈ സമയത്ത് എനിക്ക് D2ൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ കിട്ടും 10. ഇതും ഒരു വാലിഡ് കണ്ടീഷൻ ആയതുകൊണ്ട് വാലിഡിൻ്റെ വാല്യൂ 1 എന്ന് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ പറയുന്ന ലാസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് D3 നമ്മൾ എനേബിൾ ചെയ്യാണ്. D3 എനേബിൾ ആവണമെങ്കിൽ ഒറ്റ കണ്ടീഷൻ, D3 ആണല്ലോ ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി ടാസ്ക്. ബാക്കിയുള്ള 3 ഇൻപുട്ടുകൾക്കും എന്ത് വാല്യൂ വന്നാലും D3 എന്നുള്ളത് 1 ആണെങ്കിൽ D3യുടെ വാല്യൂ മാത്രമേ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുള്ളൂ. അപ്പോൾ D3 1, ബാക്കി 3 ഡോൺ കെയർ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന D3 എന്നുള്ള ഇക്വാലൻറ്റ് ഫോം ആയിട്ടുള്ള 1-1 ആണ് ഔട്ട്പുട്ടായിട്ട് കിട്ടുക. ഇതും ഒരു വാലിഡ് കണ്ടീഷനാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രയോറിറ്റി എൻകോഡർ ഡിസൈൻ ചെയ്യുന്നത്. എല്ലാവർക്കും ലോജിക്ക് മനസ്സിലാവണം, വളരെ ക്ലിയർ ആണ്. നമ്മുടെ പ്യുവർ ലോജിക് സിസ്റ്റം ഡിസൈനിൽ അതേ കോൺസെപ്റ്റുകളാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് D3 ഇൻപുട്ട് ഈസ് ഹൈ റിഗാർഡ്ലെസ് ഓഫ് അതർ ഇൻപുട്ട്, ഔട്ട്പുട്ട് ഈസ് 1-1. D2 ഹാസ് നെക്സ്റ്റ് പ്രയോറിറ്റി, ദസ് D3 equal to 0 and D2 equal to 1 regardless of other 2 lower priority input, output is 1-0. If the output is D1 is generated only if higher priority input is A0 and so on. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളിപ്പോൾ പറയുന്നത്. The output V indicates one or more of the input are equal to 1. If all the inputs are logic 0, V is equal to 0. അപ്പോൾ ഒന്നുമില്ല, എല്ലാ ഇൻപുട്ടുകളും ലോജിക്കലി 0 ആണെങ്കിൽ ഇതൊരു വാലിഡ് കണ്ടീഷൻ അല്ല. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന കണ്ടീഷൻ വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, വി ഔട്ട്പുട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രയോറിറ്റി എൻകോഡർ ഡിസൈൻ ചെയ്യുക. അപ്പോൾ നമുക്കിതിൻ്റെ കെ മാപ്പ് ഒന്നും ഞാനിപ്പോൾ വരയ്ക്കാൻ നിൽക്കുന്നില്ല. ഇതിൻ്റെ കെ മാപ്പ് വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്ക്, ഒരു 4 വേരിയബിൾ കെ മാപ്പാണ് ഞാൻ വരയ്ക്കുന്നത്. D0, D1, D2, D3 എന്നുള്ള കണ്ടീഷൻ വെച്ചിട്ട് ഞാനിതിൻ്റെ കെ മാപ്പ് വരയ്ക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക എങ്ങനെ നമ്മൾ വരയ്ക്കുക. 0 0 0 0ൽ ഞാൻ ആദ്യം വരയ്ക്കുന്ന Y1ൻ്റെയാണ്. 0 0 0 0ൽ ഡോൺ കെയർ ആണ്, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അല്ലേ. അങ്ങനെ എല്ലാ വാല്യൂസും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 0 0 0 0 1 0 0. അപ്പോൾ ഇത് ഒന്ന് നമുക്ക് എഴുതി നോക്കാം അല്ലേ, അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. ഇത് നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കണ്ടീഷൻ, ഈ Y1ൻ്റെ കേസ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വരുന്ന ഇൻപുട്ട് ഏതാ, 0 0 0 0 0 0 0 0ൽ നമുക്ക് കിട്ടുന്ന ഡോൺ കെയർ ആണ്. ഇനി നിങ്ങൾ നോക്ക്,
നമുക്ക് ഈ ഡോൺ കെയർ വരുന്ന കണ്ടീഷൻ നോക്കാം. ഞാനിവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് ഡോൺ കെയർ 100. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഡോൺ കെയറിന് ആദ്യം എനിക്ക് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് 1100 1100 വരുമ്പോൾ 0. ഡോൺ കെയറിന് എനിക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0100 ഈ സമയത്ത് എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് 0. അപ്പോൾ ഇതിന് എനിക്ക് എങ്ങനെയായിട്ട് എഴുതാം? 0100 എന്നും 1100 എന്നും എഴുതാം ഡോൺ കെയർ ആയതുകൊണ്ട്. ഈ കണ്ടീഷൻ എനിക്ക് എങ്ങനെ എഴുതാം? 0010 0110 1010 1110 ഈ 4 കണ്ടീഷനിൽ എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് 1 ആണെന്ന് അർത്ഥം. 3 ഡോൺ കെയർ ഒരു 1 ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? 0001 0011 00 0001 0011 00 0101 0110 അങ്ങനെ എത്ര കേസസ് എഴുതാം? 000 മുതൽ 111 വരെ 8 കേസസ്. ലാസ്റ്റ് വാല്യൂ മാത്രം 1 ആണ്. ഈ കേസിലൊക്കെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് 1 ആണ്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ കെ മാപ്പ് വരച്ചുകൂടെ? ഇങ്ങനെ 15 കണ്ടീഷൻസ് നമുക്കിവിടെ പ്രാക്ടിക്കലി കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? y1 കെ മാപ്പ് വരച്ചു. നമുക്ക് ഇക്വേഷൻ കിട്ടി d2 + d3. നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. y0 ഇതുപോലെ നമ്മളൊരു കെ മാപ്പ് വരച്ചു. നമുക്ക് ഒരു 8ൻ്റെ ഒരു ഗ്രൂപ്പും ഒരു 4ൻ്റെ ഒരു ഗ്രൂപ്പും കിട്ടുന്നത്. അപ്പോൾ d3 + d1 × d2 ബാർ കിട്ടും. ഇതുപോലെ വാലിഡ് കണ്ടീഷനിൽ ഒരൊറ്റ കണ്ടീഷനിൽ മാത്രമേ 0 വരുന്നുള്ളൂ. ബാക്കി എല്ലാ കേസിലും ഔട്ട്പുട്ട് 1 ആണ്. അപ്പോൾ വാലിഡ് കണ്ടീഷൻ നിങ്ങൾ നോക്കുക. ഈ 0000 മാത്രമേ 0 വരുന്നുള്ളൂ. ബാക്കി വരുന്ന 15 കണ്ടീഷനും ആക്ച്വലി എന്താണ്? 1 ആണ്. അപ്പോൾ നമുക്ക് വിക്ക് ഒരു ഇക്വേഷൻ കിട്ടി. അപ്പോൾ നമ്മൾ y1 y0 വിയും ഡിസൈൻ ചെയ്തു. y1 എന്താണ്? y1 എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമുക്കിവിടെ കിട്ടി d2 + d3. അപ്പോൾ d3 എന്നുള്ളൊരു ഇൻപുട്ടും d3 എന്നുള്ള ഇൻപുട്ടും കൂടി നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? d3 എന്നുള്ള ഇൻപുട്ടും d2 എന്നുള്ള ഇൻപുട്ടും d3 എന്നുള്ള ഇൻപുട്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഏതാണ് d2? ഇതാണ് d2, ഇതാണ് d3. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാൻ ഞാനൊരു OR ഗേറ്റ് യൂസ് ചെയ്തു. ഇതാണ് എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് y1. ഇനി ഞാൻ ചെയ്യുന്ന കാര്യം y0 കണ്ടുപിടിക്കാൻ d3 + d1 × d2 ബാർ. d3 എന്ന് പറയുന്നത് ഈ ലൈനാണ്. d3 d1 × d2 ബാർ. അപ്പോൾ d1 ഇതാണ്, d2 ബാർ എന്നുള്ളത് ഈ ലൈനാണ്. ഇതും d3യും കൂടി നമുക്ക് ആഡ് ചെയ്യണം. നമുക്ക് y0 കിട്ടി. ഇതുപോലെ വിക്കും ഞാൻ ഇതുപോലെ വരച്ചു. അപ്പം ഞാനിതിപ്പോൾ ഡിസൈൻ ചെയ്യാനൊന്നും നിൽക്കുന്നില്ല. ഡിസൈൻ ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. ഇക്വേഷൻസ് ഒന്നും മഗ്ഗപ്പ് ചെയ്യണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ലോജിക്കിൽ തന്നെ ഈ പ്രയോറിറ്റി എൻകോഡറിൻ്റെ ഇക്വേഷൻസ് എഴുതാൻ പറ്റും. പ്രയോറിറ്റി എൻകോഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത കാര്യം പ്രയോറിറ്റി എൻകോഡറിൻ്റെ ജനറൽ പ്രിൻസിപ്പിൾ പറഞ്ഞു. പ്രയോറിറ്റി എൻകോഡർ എന്തിന് നമ്മൾ പറഞ്ഞു എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ ഓൾറെഡി ഇൻട്രപ്റ്റ് പ്രയോറിറ്റി ഹാർഡ്വെയറിൻ്റെ ഒരു ബ്ലോക്കാണ് പ്രയോറിറ്റി എൻകോഡർ എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ വളരെ ക്ലിയർ ആണ്. ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ലൈൻ നമ്മൾ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് കൊടുക്കും. ആ ഇൻട്രപ്റ്റ് റിക്വസ്റ്റിൽ ഏതൊക്കെ റിക്വസ്റ്റുകൾ ആക്സെപ്റ്റ് ചെയ്യണം തീരുമാനിക്കുന്ന ഇൻട്രപ്റ്റ് മാസ്ക് രജിസ്റ്ററാണ്. അത് രണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻപുട്ടുകൾ പ്രയോറിറ്റി എൻകോഡറിലേക്ക് വരും. അപ്പോൾ ഏതൊക്കെ ഗേറ്റുകൾ എനേബിൾ ആയോ ആ എനേബിൾ ആവുന്ന ഗേറ്റിനനുസരിച്ച് പ്രയോറിറ്റി എൻകോഡർ ഒരു കണ്ടീഷൻ സെറ്റ് ചെയ്യും. അപ്പോൾ ഏറ്റവും ടോപ്പിലുള്ള ഇൻപുട്ടിനായിരിക്കും ഹയസ്റ്റ് പ്രയോറിറ്റി, ഏറ്റവും ബോട്ടത്തിലുള്ളതായിരിക്കും ലോവസ്റ്റ് പ്രയോറിറ്റി. ആ പ്രയോറിറ്റി ഓർഡറിൽ പ്രയോറിറ്റി എൻകോഡർ ഒരു ഔട്ട്പുട്ട് സെറ്റ് ചെയ്യും. ആ ഔട്ട്പുട്ടാണ് നമുക്കിവിടെ ഇൻട്രപ്റ്റായിട്ട് കിട്ടുക. ഇത്രയും സിമ്പിളാണ് ഇൻട്രപ്റ്റ് പ്രയോറിറ്റി ഹാർഡ്വെയർ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി കാണും. അപ്പോൾ നമ്മൾ ഡെയ്സി ചെയിനിങ് പ്രയോറിറ്റി ഒക്കെ പറഞ്ഞു. എന്താണെന്ന് വളരെ ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലേ? ഓരോ ഡിവൈസിലേക്ക് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതിനനുസരിച്ചും ആ പ്രയോറിറ്റി ഓർഡർ ഒരു ഡെയ്സി ചെയിൻ പാറ്റേണിൽ വരും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇൻട്രപ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇൻട്രപ്റ്റ് ഹാർഡ്വെയർ നമ്മൾ എൻ്റയർലി കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു സോ മച്ച്.